നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് പ്ലേ ഓഫ് കളിക്കാൻ ഇറങ്ങുന്നത്. എതിരാളികൾ ഒഡീഷ FC ആണ്. ജയിച്ചേ പറ്റൂ, കാരണം സിംഗിൾ ലെഗ് പ്ലേ ഓഫ് ആണല്ലോ. എന്തായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഗോൾഡി മെഷീൻ ദിമിത്രിയോസ് ഡയമൻഡോസ് ഈ മത്സരം കളിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റിക്കവറായി അദ്ദേഹം നാളെ കളിക്കുമോ എന്നതാണ് ചോദ്യം. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആ ചോദ്യം കോച്ച് ഇവാൻ വുക്കുമനോവിച്ചിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞങ്ങൾ ദിമിയുടെ കാര്യം ഇന്നും നാളെയും അസസ് ചെയ്യും, എന്നിട്ട് റിസ്ക് എടുക്കാൻ കഴിയില്ല, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ അസസ് ചെയ്യും. ഒരിക്കലും നമുക്കിവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല. 100% റെഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. സോ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കളിക്കാൻ ഇറക്കുക എന്നുള്ളത് ടു ഏർലി ആണെങ്കിൽ അദ്ദേഹം ടീമിൽ ഉണ്ടാവില്ല. അതായത് പൂർണ്ണമായിട്ടും പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ കളിപ്പിക്കില്ല എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അത് നമുക്ക് നാളെയോ പറയാൻ പറ്റുകയുള്ളൂ. ഇന്നും നാളെയും അദ്ദേഹത്തിന്റെ കാര്യം ഇവാലുവേറ്റ് ചെയ്തിട്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് തന്നെ കോച്ച് പറഞ്ഞു. ഒപ്പം ഒരു കാര്യം കൂടി കോച്ച് പറയുന്നത്, പ്രബീർ ദാസിന് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം വന്നിട്ടില്ല. പ്രബീർ ഹാസ് സം ഹെൽത്ത് ഇഷ്യൂസ്, സോ ഹി സ്റ്റേഡ് അറ്റ് ഹോം എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. എന്തായാലും ആരാധകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം കളിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും ഒന്നും ഉറപ്പിച്ച് ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതകൾ തന്നെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. ദിമി കളിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.